ജീവൻ മുക്തി വിവേകം വാസനാക്ഷയ പ്രകരണം ഓഡിയോ ബുക്ക് തുടരുന്നു. ധനാഭിലാഷ ക്രോധ പരിഹാരം. യാജ്ഞവൽക്യൻ, ഉഷസ്ഥൻ തുടങ്ങിയവർ ജ്ഞാനികളായിരുന്നിട്ടും വിദ്യാമതമുള്ളവരായിരുന്നു. തന്നിലും അന്യനിലുമുള്ള വിദ്യാമതങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ കഴിയുമെന്ന് നാം ധരിച്ചു. ഇനി യാജ്ഞവൽക്യൻ തുടങ്ങിയവർ ധനാഭിലാഷവും ക്രോധവും നിലനിന്നിരുന്നതായും കണ്ടു. ഇനി യാജ്ഞവൽക്യൻ തുടങ്ങിയവരിൽ ധനാഭിലാഷവും ക്രോധവും നിലനിന്നിരുന്നതായും കാണുന്നു. ഇവയ്ക്ക് വിവേകപൂർവം പരിഹാരം കാണേണ്ടതെങ്ങനെയെന്ന് നോക്കാം. ധനം സമ്പാദിക്കാൻ അത്യന്തം ക്ലേശിക്കേണ്ടിയിരിക്കുന്നു. സമ്പാദിച്ച പണം പരിപാലിച്ച് സൂക്ഷിക്കുന്ന വിഷയത്തിലും കഥ അതുതന്നെ. പണം നഷ്ടപ്പെട്ടാൽ ദുഃഖം, ചിലവഴിഞ്ഞാൽ ദുഃഖം. എന്തിന്? സർവഥാ ക്ലേശകാരിയായ ധനം ദുഃഖത്തിൻ്റെ വാസസ്ഥാനം തന്നെയാണ്. ഇങ്ങനെ വിവേകപൂർവം വിചാരം ചെയ്ത് ധനതൃഷ്ണയ്ക്ക് ശക്തി കുറച്ച് മനസ്സിനെ പൂർണ്ണമായി ഉപശമിപ്പിക്കേണ്ടതാണ്. കോപത്തെ ഉപശമിപ്പിക്കാനും വിവേകപൂർവം വിചാരം ചെയ്യണം. ക്രോധവും രണ്ടു വിധമുണ്ട്. തനിക്ക് അന്യനോടുള്ള കോപം, അന്യന് തന്നോടുള്ള കോപം. തനിക്ക് അന്യനോടുള്ള കോപത്തെ ശമിപ്പിക്കാൻ ഇങ്ങനെ വിചാരം ചെയ്യണം. അപകാരിണി കോപശ്ചേത് കോപേ കോപഃ കഥം നതേ ധർമാർത്ഥ കാമമോക്ഷാണം പ്രസഹ്യ പരിപന്ഥിനി. അല്ലയോ മനസ്സേ, തന്നെ ദ്രോഹിക്കുന്നവരോട് കോപം വരുന്നതെങ്കിൽ നീ കോപത്തോട് തന്നെ എന്തുകൊണ്ട് കോപിക്കുന്നില്ല? അത് നിന്റെ കടുത്ത ശത്രുവായി നിന്നുകൊണ്ട് പുരുഷാർത്ഥങ്ങളായ ധർമാർത്ഥ കാമമോക്ഷങ്ങളെയെല്ലാം ബലാൽ തടയുകയല്ലേ? പരമമായ ജീവിത ലക്ഷ്യം കൊതിക്കുന്നയാളിൻ്റെ ധർമ്മം, യശസ്, ധനം ഇവയൊക്കെ കോപത്താൽ ശമിപ്പിക്കപ്പെടുന്നു. അത് സാരമില്ല എന്നാണെങ്കിൽ കോപം സദാ സ്വശരീരത്തെ തപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിലോ പരലോകത്തിലോ കോപം ആർക്കും നന്മ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കോപത്തെ സജ്ജന മനസ്സുകൾ എന്തിന് സമാശ്രയിക്കണം? ഇനി തൻ്റെ നേർക്ക് മറ്റുള്ളവർക്കുണ്ടാകുന്ന കോപത്തെക്കുറിച്ചും കുണ്ഠിതപ്പെടാനൊന്നുമില്ല. ഞാൻ അപരാധമൊന്നും ചെയ്തിട്ടില്ല, ആളുകൾ അകാരണമായി എന്നിൽ അസൂയാലുക്കളായി തീർന്നിരിക്കുന്നു എന്നൊന്നും വിചാരിച്ച് ദുഃഖിക്കാനില്ല. അതുതന്നെയാണ് അപരാധം. ഈ ജന്മത്തിലെങ്കിലും എല്ലാ സംഘങ്ങളും ഉപേക്ഷിച്ച് മുക്തനായി തീരണം. തുടർന്ന് ഇങ്ങനെ ഭാവന ചെയ്യണം. നമോസ്തു കോപദേവായ സ്വാശ്രയജ്വാലിനേ ഭൃശം കോപ്യസ്യ മമ വൈരാഗ്യദായിനേ ദോഷബോധിനേ. ഹേ കോപദേവ, അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങയെ ആരാശ്രയിക്കുന്നുവോ അവരെ അങ്ങ് ദഹിപ്പിക്കുന്നു. അങ്ങ് ആരിൽ പതിക്കുന്നുവോ അവർക്ക് അങ്ങ് ലോകവിരക്തി ഉണ്ടാക്കി തീർക്കുന്നു. ഈ ലോകജീവിതം സർവത്ര ദോഷദുഷ്ടമാണെന്ന് അങ്ങ് സദാ വെളിപ്പെടുത്തുന്നു. സ്ത്രീ പുത്ര അഭിലാഷ പരിഹാരം. പല ലോകവാസനകളെയും ജയിക്കാൻ കഴിഞ്ഞാലും ഭാര്യ ഭർത്തൃ പുത്രാദി ബന്ധവാസനകളെ പാടെ ജയിക്കുക പ്രയാസമാണ്. ദേഹബന്ധത്തെ ആസ്പദമാക്കിയുള്ളവയാണ് ഈ വാസനകൾ. ധനാഭിലാഷ ക്രോധങ്ങളെ ജയിക്കാൻ വിവേക വിചാരം ചെയ്യുന്നത് പോലെ ഇവയെ ഉപശമിപ്പിക്കാനും സത്യബോധം ഉൾക്കൊണ്ട് വിചാരം ചെയ്യേണ്ടതാണ്. സ്ത്രീ വിഷയമായ കാമത്തെ ജയിക്കാനുള്ള വിചാര രീതി വാസിഷ്ഠത്തിൽ വസിഷ്ഠൻ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. സ്ത്രീ ശരീരത്തിൽ മംഗളകരമായി എന്തുണ്ട്? യന്ത്രം പോലെ സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന മാംസനിർമ്മിതമായ ഒരു പാവയല്ലേ അത്? നാഡിഞരമ്പുകളും അസ്ഥികൂടങ്ങളും മേധോഗ്രന്ഥികളും ചേർന്നു കെട്ടിയുണ്ടാക്കിയ യന്ത്രം. തൊലി, മാംസം, രക്തം, കണ്ണുനീർ ഇവയെ പ്രത്യേകം വേർതിരിച്ചു മാറ്റിയിട്ട് ആ കണ്ണുകളെ നോക്കൂ. അതിൽ പിന്നെ രമ്യമായി എന്തുണ്ടാവും?
എന്തിനു വൃഥാ മോഹിക്കുന്നു? സ്ത്രീയുടെ മാർവിടത്തിൽ മുത്തുമാലയുടെ തരംഗഭംഗി കണ്ടിട്ട് മേരുപർവ്വത ശൃംഗത്തിലെ ഗംഗാജല പ്രവാഹം പോലെ മനോഹരമായി ചിലർ കരുതാറുണ്ട്. എന്നാൽ മാർവിടത്തിൽ പൊന്തി നിൽക്കുന്ന സ്തനങ്ങളെ തന്നെ ചുടുകാട്ടിൽ നാലുപാടും ചോറുരുളകളെപ്പോലെ പട്ടികൾ കടിച്ചു തിന്നാസ്വദിക്കുന്നത് കാണുവാനുണ്ട്. ക്ലേശമാകുന്ന കരിപുരണ്ട് തൊടാൻ അറപ്പു തോന്നിക്കുന്നവരും കാഴ്ചയ്ക്കു മാത്രം മോഹനാംഗികളായി തോന്നുന്നവരുമായ സ്ത്രീകൾ പുരുഷവർഗത്തെ ഉണങ്ങിയ പുൽക്കൊടികളെപ്പോലെ ദഹിപ്പിച്ചു കളയുന്ന ദുഷ്കർമാഗ്നി ശിഖകളാണെന്ന് ഓർക്കേണ്ടതാണ്. ദൂരെ നിൽക്കുമ്പോൾ പോലും വരിച്ചു കളയാൻ കഴിവുള്ളവരെ സുഖിപ്പിക്കുന്നവരെന്ന് തോന്നിയാലും അത്യന്തം അസുഖകാരിണികളുമായ സ്ത്രീകൾ നരകാഗ്നിയെ ജ്വലിപ്പിക്കാനുള്ള മനോമോഹനവും ദാരുണവുമായ ഇന്ധനമാണ്. കാമനാംന കിരാതേന വികീർണ മുഗ്ധചേതസാം നാര്യോ നരവിഹംഗാനാം അംഗബന്ധനവാഗുരാഹ. ദുർബലഹൃദയരായ പുരുഷ പക്ഷികളുടെ കൈകാലുകൾ കെട്ടുവരിയാൻ ദുർബലഹൃദയരായ പുരുഷ പക്ഷികളുടെ കൈകാലുകൾ കെട്ടിവരിയാൻ കാമനാകുന്ന കാട്ടാളൻ അവിടെവിടെ വീശിയിരിക്കുന്ന വലകളാണ് സ്ത്രീകൾ. ജലപൽവല മത്സ്യാനാം ചിത്തകർദമചാരിണാം പുംസാം ദുർവാസനാരജ്ജൗ നാരീ ബഡിശപിണ്ഡിക. ചിത്തമാകുന്ന ചെളിയിൽ സഞ്ചരിക്കുന്നവരും സംസാര പൊയ്കയിലെ മത്സ്യങ്ങളുമായ പുരുഷന്മാരെ കോർത്തു പിടിക്കുവാൻ ദുർവാസനകളാവുന്ന ചൂണ്ടയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇരക്കഷ്ണമാണ് സ്ത്രീ. ദോഷരത്നങ്ങളെയെല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ത്രീയാകുന്ന ചെപ്പ് ഒരു ദുഃഖ ചങ്ങലയാണ്. അതുമായുള്ള ബന്ധം എനിക്കിനി വേണ്ടേ വേണ്ട. ഇതാ മാംസം, ഇതാ രക്തം, ഇതാ അസ്ഥികൂടം എന്നിങ്ങനെ ഒന്നൊന്നായി വേർതിരിഞ്ഞ് സ്ത്രീ ശരീരം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഛിന്ന ഭിന്നമായി തകരുന്നു. യസ്യ സ്ത്രീ തസ്യ ഭോഗേച്ഛ നിസ്ത്രീകസ്യ ക്വ ഭോഗഭൂഃ സ്ത്രിയം ത്യക്ത്വാ ജഗത്യക്തം ജഗത്യക്ത്വാ സുഖീ ഭവേത്. സ്ത്രീ സംഘമാണ് എല്ലാ ഭോഗേച്ഛയ്ക്കും ഹേതു. സ്ത്രീ സംഘമില്ലെന്നു വന്നാൽ ഭോഗഭൂമി അതോടെ അകലും. സ്ത്രീയെ കൈവെടിയുന്നവൻ ലോകത്തെ അപ്പാടെ വെടിയുന്നു. ലോകത്തെ വെടിയുന്നതോടെ സുഖിയായും ഭവിക്കുന്നു. ജീവൻ മുക്തി കൊതിക്കുന്ന സ്ത്രീ പുരുഷാഭിലാഷത്തെയും ഇങ്ങനെ വിവേകപൂർവം വിചാരം ചെയ്ത് ഉപശമിപ്പിക്കേണ്ടതാണ്. പുത്രാഭിലാഷത്തിനും ഇതുപോലെ വിവേകപൂർവം പരിഹാരം കാണേണ്ടതാണ്. ജനിക്കാത്ത പുത്രൻ പോലും അച്ഛനമ്മമാരെ അത്യന്തം ക്ലേശിപ്പിക്കുന്നു. പുത്രലാഭം ഉണ്ടാകാത്തത് കൊണ്ട് ദുഃഖിച്ചു കഴിയുന്ന അച്ഛനമ്മമാരെ എങ്ങും കാണുവാനുണ്ട്. ഇനി പുത്രലാഭം ഉണ്ടാകുമെന്ന് വന്നാൽ തന്നെ ഗർഭത്തിലും പ്രസവത്തിലും ആ കുഞ്ഞ് അച്ഛനമ്മമാരെ പലതരത്തിലും ക്ലേശിപ്പിക്കുന്നു. കുഞ്ഞു ജനിച്ചു എന്നു തന്നെ ഇരിക്കട്ടെ, അപ്പോഴും ഗ്രഹപീഡകൾ, രോഗബാധകൾ, വിവേകമില്ലായ്മ എന്നിവ മാതാപിതാക്കൾക്ക് ദുഃഖ കാരണമായി തീരുന്നു. വിദ്യാഭ്യാസം കഴിച്ചാൽ മന്ദബുദ്ധിയാണെങ്കിൽ പിന്നെ പറയാനില്ല. പണ്ഡിതനായാലോ അനുരൂപയായ വധുവിനെ ലഭിക്കുന്നില്ലല്ലോ എന്നു കരുതിയാവും ദുഃഖം. യുവാവായ പുത്രന് പരസ്ത്രീ സംഘം ഉണ്ടായാലത്തെ കഥ പറയാനുമില്ല. പിതാവിൻ്റെ ദാരിദ്ര്യം പുത്രനെക്കുറിച്ചുള്ള ദുഃഖത്തിന് ശക്തി കൂട്ടും. എന്തിനേറെ സന്താനങ്ങളെ ചൊല്ലിയുള്ള അച്ഛനമ്മമാരുടെ ദുഃഖത്തിന് അവസാനമില്ല. ധനികരായ പിതാക്കൾക്ക് മുടിയനായ പുത്രനുണ്ടായാൽ പിന്നെ സ്ഥിതി അവർ മരിച്ചതിന് തുല്യമായി ഭവിക്കുന്നു. അശേഷ വാസനാത്യാഗം. വിദ്യാമതം, ധനമതം, ക്രോധം, സ്ത്രീസംഗം, പുത്രാഭിലാഷം തുടങ്ങിയ മലിനവാസനകൾക്ക് വിവേക വിചാരം കൊണ്ട് പരിഹാരം കണ്ടെത്തിയതുപോലെ മറ്റു വാസനകൾക്കും യഥായോഗ്യം ശാസ്ത്രചിന്ത കൊണ്ടും യുക്തിചിന്ത കൊണ്ടും ദോഷം വേർതിരിച്ചറിഞ്ഞ് പരിഹാരം കാണേണ്ടതാണ്. പരിഹാരചിന്ത കൊണ്ട് വാസനകളെല്ലാം ഉപശമിക്കുന്നതോടെ ജീവൻ മുക്തി ലക്ഷണമായ പരമപദം തെളിയുന്നു. ഇക്കാര്യം വസിഷ്ഠൻ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. വാസനകളെ പരിത്യജിക്കുവാൻ ബോധപൂർവം യത്നിക്കുകയാണെങ്കിൽ അതോടെ എല്ലാ ആദികളും വ്യാധികളും ചിന്നിച്ചിതറി അപ്രത്യക്ഷമാകും. പൗരുഷേണ പ്രയത്നേന ബലാത് സംത്യജ്യ വാസനാഃ സ്ഥിതിം ബധ്നാസി ചേത്തർഹി
പദമാസാദയസ്യലം. അല്ലയോ രാമ, പൗരുഷം കൊണ്ടും പ്രയത്നം കൊണ്ടും വാസനകളെ നിശ്ചയദാർഢ്യത്തോടെ കൈവെടിയണം. വാസനാവിമുക്തമായ സ്ഥിതി വന്നു ചേരുന്നത് തന്നെയാണ് പരമപദപ്രാപ്തി. ഇവിടെ ഒരു സംശയം വരാം. നേരത്തെ വിവരിച്ച വിവേക വിചാരമാണല്ലോ പുരുഷപ്രയത്നമെന്നു പറയുന്നത്. വീണ്ടും വീണ്ടും വിവേകപൂർവം എത്ര വിചാരം ചെയ്താലും പ്രബലങ്ങളായ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം കൊണ്ട് അവ പരാജയപ്പെടാൻ ഇടവരുന്നു. ഭഗവാൻ തന്നെ ഗീതയിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അല്ലയോ അർജുന, ജയത്തിനായി വിവേകപൂർവം യത്നിക്കുന്ന പുരുഷന്റെ മനസ്സിനെപ്പോലും സദാ ക്ഷോഭിച്ചിളകുന്ന ഇന്ദ്രിയങ്ങൾ ബലാൽ വിഷയോന്മുഖമാക്കി തീർക്കുന്നു. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനുവിധീയത്തെ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. വിഷയങ്ങളെ തേടി അലയുന്ന ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ മനസ്സിനെ അയച്ചു വിടുകയാണെങ്കിൽ അതിൻ്റെ സത്യസ്ഥിതി കായലിൽ കാറ്റിൽപ്പെട്ട തോണി പോലെ നഷ്ടമായി തീരുന്നതാണ്. ഇങ്ങനെ സംഭവിക്കുന്ന പക്ഷം ഉണ്ടായ വിവേകം നിലനിർത്താനായി ഇന്ദ്രിയങ്ങളെ നിരോധിക്കേണ്ടതാണ്. ഇക്കാര്യവും ഭഗവാൻ തുടർന്ന് പ്രസ്താവിക്കുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കി ഒതുക്കി മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി സദാ എന്നെ ധ്യാനിച്ച് കഴിയേണ്ടതാണ്. ആരുടെ ഇന്ദ്രിയങ്ങളാണോ സദാ വശവർത്തികളായിരിക്കുന്നത് അവരുടെ സത്യനിഷ്ഠയ്ക്ക് മാത്രമേ ഉറപ്പുണ്ടാവൂ. തസ്മാദ്യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യസ്തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. വീരനായ അർജുന, അതുകൊണ്ട് ആരുടെ ഇന്ദ്രിയങ്ങളാണോ വിഷയങ്ങളിൽ നിന്നും പൂർണ്ണമായി പിന്തിരിഞ്ഞടങ്ങിയിട്ടുള്ളത് അയാളുടെ സത്യനിഷ്ഠ മാത്രമാണ് ഉറപ്പുള്ളത്. മറ്റൊരു സ്മൃതിയും ഇങ്ങനെ ഘോഷിക്കുന്നു. യാതൊരാളുടെ കയ്യും കാലും കണ്ണും വാക്കും സദാ ചപലമായി വർത്തിക്കുന്നുവോ അയാൾ യതിയല്ല. ഈ അവയവങ്ങളുടെയെല്ലാം സമുചിത നിയന്ത്രണമാണ് യതിലക്ഷണം. ഇക്കാര്യം തന്നെ ചുരുക്കമായും വിശദമായും മറ്റു പല ഇടങ്ങളിലും വിവരിച്ചിട്ടുണ്ട്. ഊമ, നപുംസകം, മുടന്തൻ, കുരുടൻ, പൊട്ടൻ, ശിശു എന്നീ 6 കൂട്ടരെ പോലെ പെരുമാറുന്ന സന്യാസി സംശയമെന്നെ മുക്തനായി ഭവിക്കും. ലോകസുഖങ്ങൾ അനുഭവിക്കുമ്പോൾ പോലും ഇന്നതിഷ്ടമെന്നോ ഇന്നത് അനിഷ്ടമെന്നോ പറഞ്ഞ് സംഘപ്പെടാതെയും ഹിതമായും സത്യമായും മിതമായും മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന യോഗിയാണ് ഊമ. അപ്പോൾ പിറന്ന പെൺകുട്ടിയെയും 16 കഴിഞ്ഞ യുവതിയെയും 100 വയസ്സ് തികഞ്ഞ വൃദ്ധയെയും ഒരുപോലെ നിർവികാരനായി നോക്കിക്കാണാൻ കഴിയുന്ന യോഗിയാണ് നപുംസകം. ഭിക്ഷാടനത്തിനോ മലമൂത്ര വിസർജനത്തിനോ വേണ്ടി കൂടിയത് 1 യോജനയ്ക്കകത്തു മാത്രം സഞ്ചാരം ഒതുക്കി നിർത്തുന്ന യോഗിയെ മുടന്തൻ എന്ന് പറയാം. നിന്നാലും നടന്നാലും ആരുടെ കണ്ണുകൾ ഭൂമിയിൽ 4 അടിക്കപ്പുറം കാണാൻ കൂട്ടാക്കുന്നില്ലയോ അദ്ദേഹമാണ് അന്ധൻ. ഹിതവും മിതവും മനോരമ്യവും ശോകശമവുമായ വാക്കുകൾ പോലും കേട്ടാലും ആര് കേട്ടില്ലെന്ന മട്ടിൽ വർത്തിക്കുന്നുവോ അദ്ദേഹമാണ് പൊട്ടനായ സന്യാസി. സമർത്ഥനും ഇന്ദ്രിയബലമുള്ളവനുമാണെങ്കിലും സുഖസാമഗ്രികളുടെ സമീപം ഉറക്കത്തിലെന്ന പോലെ വർത്തിക്കുന്ന യോഗിയത്രേ ശിശുതുല്യൻ. ആരെയും നിന്ദിക്കുന്നില്ല, ആരെയും സ്തുതിക്കുന്നില്ല, ആരുടെയും ഹൃദയത്തെ വേദനിപ്പിക്കുന്നില്ല, അധികം സംസാരിക്കുന്നില്ല, സദാ സർവത്ര സമഭാവേന വർത്തിക്കുന്നു. മനോമാലിന്യങ്ങളോടുകൂടി ഒരു സ്ത്രീയോടും സംസാരിക്കുന്നില്ല, മുമ്പ് കണ്ടിട്ടുള്ളവരെ സ്മരിക്കുന്നില്ല, സ്ത്രീയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, ചിത്രത്തിൽ പോലും കാണുന്നില്ല. ഇങ്ങനെയെല്ലാം ഉള്ളയാളാണ് സ്ഥിതപ്രജ്ഞൻ. വ്രതമനുഷ്ഠിക്കുന്ന ഒരാൾ രാത്രി 1 നേരം ആഹാരം കഴിച്ചിട്ട് സങ്കല്പദാർഢ്യത്തോടെ ഉപവാസ മൗനാദി വ്രതം ഭ്രംശം കൂടാതെ ശ്രദ്ധാപൂർവം അനുഷ്ഠിച്ച് ഫലിപ്പിക്കുന്നു. അതുപോലെ ശ്രദ്ധാപൂർവം ഊമയെപ്പോലെയും മറ്റും വർത്തിച്ച് ഒരു സത്യനിഷ്ഠൻ വിവേകത്തെ നിലനിർത്തേണ്ടതാണ്. ചിദ്വാസനാഭ്യാസം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.